മുല്ലപ്പൂവും തൊഴുകൈയായി വിരിയണ മലനാട്. വേലയും പൂരവും കൊടിയേറും കാവിൽ വെളിച്ചപ്പാടുറയണ വള്ളുവനാട്. ഒരു വേളിപ്പെണ്ണായി ചമഞ്ഞൊരും നല്ലൊരു നാട്. എനിക്ക് തുടക്കത്തിലെ ചിരി വന്ന എന്താണെന്നറിയോ? വെരി ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അപ്പൊ പ്രവിത ആ പാട്ടിനിടയിൽ ചിരിക്കാൻ കാരണം ഇദ്ദേഹമാണ്. അപ്പൊ രാവിലെ നമ്മുടെ അടുത്ത് വന്ന് വളരെ സ്നേഹപൂർവ്വം നിൽക്കുകയാണ്. അപ്പൊ എക്സർസൈസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ലാലു ചേട്ടൻ പുതിയ എക്സർസൈസ് രീതികളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ആയപ്പോൾ പ്രവിതയ്ക്ക് ചിരി പൊട്ടിയതാണ്. മനുഷ്യ സഹജമാണ് ചിരി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മള് ഇന്ന് നല്ലൊരു ദിവസമാണ്. മെയ് 14 ബുധനാഴ്ചയാണ്. മേഡം 31. ഇന്നത്തെ ദിവസത്തിന് പല പ്രത്യേകതകളും ചരിത്രത്തിലുണ്ട്. 1948 മെയ് 14 ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം ബെൻ ഗുരിയോൻ പ്രഖ്യാപിക്കുന്നത്. അതേ ദിവസം തന്നെയാണ് അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഹാരി ട്രൂമാൻ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തിന് അംഗീകാരം നൽകിയത്. അതേ ദിവസം തന്നെയാണ് ഈ 2025 സൗദിയിൽ അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ സന്ദർശനം നടത്തുന്ന ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിനെ മൈൻഡ് ചെയ്യാതിരിക്കുന്നത് എന്ന പ്രത്യേകതയുണ്ട്. ഇനി 1796 പോയി കഴിഞ്ഞാൽ എഡ്വേർഡ് ജെന്നർ സ്മോൾ പോക്സിനുള്ള വാക്സിൻ ആദ്യമായി പരീക്ഷിച്ചതും ഇന്ന് തന്നെയാണ്. അപ്പൊ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു നല്ല പ്രഭാതം, നല്ലൊരു വിജ്ഞാനപ്രദമായ പ്രഭാതം ഇപ്പോൾ ക്രിസ്റ്റീന ചെറിയാൻ പ്രേക്ഷകർക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അപ്പോൾ വെൽക്കം ബാക്ക് പ്രിയ പ്രേക്ഷകരെ. നമ്മുടെ മോർണിംഗ് വാക്ക് ഇതാ ഇവിടെ ആരംഭിക്കുകയാണ്. നമുക്ക് നല്ല ഊർജ്ജസ്വലരായി നടന്നുകൊണ്ട് വാർത്ത പറയാം. അപ്പോൾ ആദ്യം തന്നെ പ്രേക്ഷകരെ കാത്തിരിക്കുന്ന ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടുള്ള അത് കഴിഞ്ഞിട്ടുള്ള വാർത്തകൾ തന്നെയാണ്. ഡൽഹിയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഡൽഹിയിൽ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള ആദ്യ കേന്ദ്ര ക്യാബിനറ്റ് ഇന്ന് ചേരും. വെടിനിർത്തൽ ധാരണയ്ക്ക് ശേഷമുള്ള അടുത്ത നടപടി ചർച്ച ചെയ്യാനാണ് ക്യാബിനറ്റ് ചേരുന്നത്. രാവിലെ 11 മണിക്കാണ് യോഗം ചേരുക. പാകിസ്ഥാനെതിരെ നയപരമായ നിർണായക തീരുമാനങ്ങൾ യോഗത്തിൽ കൈക്കൊണ്ടേക്കും. ഉന്നത ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥരും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. വിവരങ്ങളുമായി ആർ അച്യുതൻ ഡൽഹിയിൽ നിന്നും, ഒപ്പം തന്നെ ബൽറാം നെടുങ്ങാടി ശ്രീനഗറിൽ നിന്നും ചേരും. ആദ്യം നമ്മൾ ആർ അച്യുതനിലേക്കാണ് പോകുന്നത്. അച്യുതൻ, വെരി 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 ഗുഡ് മോർണിംഗ്. എന്തായാലും ഇന്ത്യ സമാധാനത്തിലേക്ക് ഉണരുന്ന ദിവസങ്ങളാണ് വരുന്നത്. ആദ്യ കേന്ദ്ര ക്യാബിനറ്റ് യോഗം, അതായത് ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള ആദ്യ കേന്ദ്ര ക്യാബിനറ്റ് യോഗം ഇന്ന് ചേരുകയാണ്. നിർണായകമായ പല തീരുമാനങ്ങളും കൈക്കൊണ്ടേക്കും. ഒപ്പം തന്നെ പലതരത്തിലുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട്. അതിനെയൊക്കെ നേരിടേണ്ടതായിട്ടുണ്ട്. പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാബിനറ്റ് യോഗത്തിന്റെ അജണ്ട എന്താണ്? ഗുഡ് മോർണിംഗ് പ്രവിത, ക്രിസ്റ്റീന. എന്തായാലും ഈ പെഹൽഗാം ഭീകരാക്രമണം, അതിനുശേഷം ഓപ്പറേഷൻ സിന്ദൂർ, അതിനുശേഷം ചേരുന്ന ആദ്യ മന്ത്രിസഭ സുരക്ഷാ സമിതിയുടെ യോഗമാണ് ഇന്ന് 11 മണിക്ക് നടക്കാനിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ വസതിയിലായിരിക്കും യോഗം എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം. സ്വാഭാവികമായിട്ടും ഈ ഭീകരവാദത്തിനെതിരെ, അതിൽ പാകിസ്ഥാനെതിരെ സ്വീകരിക്കേണ്ട നയം എന്താണെന്നുള്ള കാര്യത്തിൽ ഒരു കൂടിയാലോചനകൾ നടക്കുന്ന ഒരു മന്ത്രിസഭാ യോഗമായിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം നിലവിൽ ഇപ്പോൾ തന്നെ രാജ്യം പാകിസ്ഥാനെതിരെ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന എന്ന നിലയിൽ ഒരുപാട് തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട്. സിന്ധു നദീജല കരാർ മരവിപ്പിച്ച നടപടി ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ വ്യാപാര ബന്ധം പൂർണ്ണമായും വിച്ഛേദിച്ച തരത്തിലാണ് രാജ്യം ഇതിനെതിരെ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. ഈ പാകിസ്ഥാൻ ഭീകരവാദം അവസാനിപ്പിക്കുന്ന കാലത്തോളം അത്രയും ഈ സിന്ധു നദീജല കരാർ അത് മരവിപ്പിച്ച നടപടി അത് തുടരുക തന്നെ ചെയ്യും. ആ ഒരു നയം ഇന്ത്യ സ്വീകരിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ അതായത് നിലവിലിപ്പോൾ ഈ വെടിനിർത്തൽ ധാരണ, അതിർത്തിയിലെ സമാധാനത്തിന് വേണ്ടിയിട്ട് പാകിസ്ഥാൻ തന്നെ ഈ ഒരു ഘട്ടത്തിൽ അവരുടെ വ്യോമതാവളങ്ങൾ ആക്രമിച്ച ഘട്ടത്തിൽ പാകിസ്ഥാൻ്റെ DGMO ഇന്ത്യയുടെ DGMA വിളിച്ച് അഭ്യർത്ഥിക്കുകയായിരുന്നു. ആ തരത്തിലാണ് വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തിയത്. എന്നാൽ മറ്റു തരത്തിൽ, അതായത് നയതന്ത്രപരമായി ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ള തീരുമാനങ്ങൾ, ഭീകരവാദത്തിനെതിരെ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്ന നയങ്ങൾ, അതിലൊന്നും മാറ്റമില്ല എന്ന കാര്യം വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് ഈ മന്ത്രിസഭാ യോഗം ചേരുമ്പോൾ എന്താണ് ഇനി ഭാവിയിൽ ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ട നയങ്ങൾ എന്ന കാര്യത്തിൽ വ്യക്തമാക്കും. ഒപ്പം തന്നെ ഈ ഭീകരവാദവുമായി ബന്ധപ്പെട്ട രാജ്യത്തിനകത്ത് വരുത്തേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി ഈ ഒരു ഇന്നത്തെ യോഗത്തിൽ വിലയിരുത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ മന്ത്രിസഭാ യോഗത്തിന് ശേഷം എന്തായാലും ഒരു മീഡിയ ബ്രീഫിംഗ് കാണും. ഏതെങ്കിലും ഒരു കേന്ദ്രമന്ത്രി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കും. ആ ഘട്ടത്തിൽ എന്താണ് ഇന്നത്തെ യോഗത്തിൽ സ്വീകരിച്ചിരിക്കുന്ന തീരുമാനങ്ങൾ, അത് എങ്ങനെയാണ് ഈ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ഈ മന്ത്രിസഭാ യോഗത്തിൽ സ്വീകരിച്ചിരിക്കുന്ന തീരുമാനങ്ങൾ എന്തൊക്കെയാണ് എന്ന സംബന്ധിച്ചുള്ള ഒരു വ്യക്തത ആ ഘട്ടത്തിലായിരിക്കും വരിക. എന്തായാലും 11 മണിക്ക് ചേരുന്ന ഈ ഒരു മന്ത്രിസഭാ സുരക്ഷാ സമിതിയുടെ യോഗം അത് ഏറ്റവും നിർണായകമായിട്ടുള്ള യോഗമാണ്. ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ചേരുന്ന ആദ്യ യോഗം കൂടിയാണ്. പ്രവിത, കൃഷ്ണ.
ശരി, ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ബൽറാം നെടുങ്ങാടിയിലേക്ക് പോവുകയാണ്. ബൽറാം ശ്രീനഗറിൽ നിന്നാണ് ചേരുന്നത്. ബൽറാം, ഇന്നലെ കശ്മീരിൽ ഭീകരരുമായി സൈന്യം ഏറ്റുമുട്ടിയിരുന്നു. നിലവിൽ അവിടുത്തെ സ്ഥിതിഗതി എങ്ങനെയാണ്? ശാന്തമാണോ കശ്മീർ? ഗുഡ് മോർണിംഗ് പ്രവിത ക്രിസ്റ്റീന. നിലവിൽ ജമ്മു കശ്മീർ ശാന്തമാണ്. മറ്റ് യാതൊരു തരത്തിലുള്ള വെടിശബ്ദങ്ങൾ അതിർത്തിയിലെയോ അല്ലെങ്കിൽ നഗരമേഖലകളിലെ ആകാശത്തോ ഇല്ല. തീർത്തും ജനങ്ങൾ സാധാരണ ജീവിതത്തിലേക്ക് ഏതാണ്ട് പൂർണ്ണമായും തന്നെ കടന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ചും ഇന്നലെ മുതൽ സ്കൂളുകൾ തുറന്ന് പ്രവർത്തിക്കാൻ ആരംഭിച്ചിരിക്കുന്നു. മറ്റ് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും പുതിയതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. ഈ പ്രധാനമായും ശ്രീനഗർ ഉൾപ്പെടുന്ന മേഖലയിൽ സാധാരണ രീതിയിലേക്ക് തന്നെ ജനജീവിതം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതേസമയം അതിർത്തിയിലും സ്ഥിതിഗതികൾ ശാന്തമാണ്. ഏറ്റവും ശ്രദ്ധേയമായ നടപടി എന്നുള്ളത് അതിർത്തിയിൽ നിന്നും പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തെ ഭയന്ന് വിട്ടുപോയ ആളുകളിൽ വലിയൊരു പങ്കും തിരികെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഏതാണ്ട് 50% പേർ അതിർത്തി മേഖലയിലേക്ക് തിരികെ എത്തിയിരിക്കുന്നു എന്നുള്ളത് ആശ്വാസകരമായ ഒരു കാര്യമാണ്. ഒപ്പം തന്നെ ഈ നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പും നഷ്ടപരിഹാര വിതരണം അടക്കമുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഈ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ പ്രധാനമായും ഈ ആക്രമണത്തിൽ പങ്കെടുത്ത ഭീകരവാദികൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തന്നെയാണ് നടക്കുന്നത്. ഇവർക്ക് വേണ്ടിയുള്ള ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. ഇവരെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് 20 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ പ്രാദേശിക ഭീകരരുടെ സാന്നിധ്യം ഉള്ള ഈ പുൽവാമ, അനന്ത്നാഗ്, ഷോപ്പിയാൻ അടക്കമുള്ള ഇടങ്ങളിൽ പതിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസമുണ്ടായ ഏറ്റുമുട്ടൽ, അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റർ പതിച്ചതിന്റെ ഭാഗമായി ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ഏറ്റുമുട്ടൽ ഷോപ്പിയാനിലുണ്ടായത്. കെല്ലർ മേഖലയിലുണ്ടായ ഏറ്റുമുട്ടലിൽ 3 ഭീകരവാദികളെ സുരക്ഷാ സേന വധിച്ചിരിക്കുന്നു. അതിൽ കൊല്ലപ്പെട്ട 2 പേരും പ്രാദേശിക ഭീകരവാദികൾ തന്നെയാണ് എന്ന് ഇന്നലെ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു. മൂന്നാമനെ കൂടി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ മൂന്നാമത് ഈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട മൂന്നാമനും ഇയാളും പ്രാദേശിക ഭീകരൻ തന്നെയാണ് എന്നാണ് സ്ഥിരീകരണമായിരിക്കുന്നത്. നേരത്തെ പാകിസ്ഥാനിൽ നിന്നും നുഴഞ്ഞു കയറിയ ഭീകരനാണ് എന്ന തരത്തിലായിരുന്നു ആദ്യഘട്ടത്തിൽ സംശയം ഉയർന്നത്. ഹാരിസ് നസീർ എന്ന പുൽവാമ സ്വദേശിയാണ് ഈ മൂന്നാമനെന്നും നേരത്തെ ഈ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ച ഭീകരൻ ലഷ്കർ കമാൻഡർ കൂടിയായ ഷാഹിദ് അഹമ്മദ് കൂട്ടെ റിക്രൂട്ട് ചെയ്ത ഭീകരവാദിയാണ് ഈ ഹാരിസ് നസീർ എന്നുമുള്ള സ്ഥിരീകരണമായിട്ടുണ്ട്. 2024 ഏപ്രിലിൽ നടന്ന ഡാനിഷ് റിസോർട്ട് ആക്രമണ കേസിൽ ഇയാളോടൊപ്പം കൂട്ടയോടൊപ്പം ഈ ഹാരിസ് നസീറും പങ്കെടുത്തിരുന്നു എന്ന വിവരമാണ് സുരക്ഷാ ഏജൻസികൾക്ക് ലഭിച്ചിരിക്കുന്നത്. കൂടാതെ ഈ മേഖലയിൽ എന്നാൽ പാക് ഭീകരവാദികളുണ്ട് എന്നായിരുന്നു സുരക്ഷാ സേനയ്ക്ക് ലഭിച്ച രഹസ്യ വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശത്ത് തെരച്ചിൽ തുടരുകയാണ്. ഈ വനമേഖല എന്നുള്ളത് പഹൽഗാം വന മേഖലയോട് ചേർന്ന് കിടക്കുന്ന വനമേഖലയാൽ ബന്ധിപ്പിക്കപ്പെട്ട പ്രദേശമാണ് എന്നതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് ഭീകരവാദികൾക്ക് വേണ്ടി. ഭീകരവാദികളുടെ നിരവധി ഒളിത്താവളങ്ങൾ ഈ പ്രദേശത്ത് ഉണ്ട് എന്നുള്ള വിവരം സുരക്ഷാ സേനയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മേഖലയിൽ ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. പ്രവിത ക്രിസ്റ്റീന. ശരി, ബൽറാം നെടുങ്ങാടിയാണ് അതിർത്തിയിലെ വിവരങ്ങളുമായി ചേർന്നത്. ഇപ്പോഴും ഭീകരവാദികൾക്കായുള്ള തെരച്ചിലവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനജീവിതം സാധാരണ നിലയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. എന്നാലും അത് സമയമെടുക്കും കൃത്യമായും അവരുടെ ജീവനോപാധികളൊക്കെ വീണ്ടും പുനഃക്രമീകരിച്ച് സാധാരണ നിലയിലേക്ക് മടങ്ങാൻ. ഇനിയിപ്പോൾ മറ്റൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടപെട്ടതുകൊണ്ടാണ് ഈ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നത്തിനൊരു അയവ് വന്നത് എന്ന് വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. സൗദി സന്ദർശന വേളയിലാണ് അദ്ദേഹം ഇക്കാര്യം വീണ്ടും ആവർത്തിച്ചത്. താനാണ് ഇടപെട്ടത് എന്ന് ഒരിക്കൽ കൂടി ഊട്ടി ഉറപ്പിച്ച് പറയുകയാണ്. ട്രംപ് എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് കേൾക്കാം. My inaugural address, my greatest hope is to be a peacemaker and to be a unifier. I don't like war. We have the greatest military, by the way, in the history of the world. You know, I rebuilt our military in my first 4 years and rebuilt it into the most powerful military there is. And you saw that when I knocked out ISIS in 3 weeks. People said it would take 4 years, 5 years. We did it in 3 weeks. Just days ago, my administration successfully brokered a historic ceasefire to stop the escalating violence between India and Pakistan.
And I used trade to a large extent to do it. I said, fellas, come on, let's make a deal. Let's do some trading. Let's not trade nuclear missiles. Let's trade the things that you make so beautifully. അപ്പോൾ എവിടുന്ന് എന്ത് തുടങ്ങിയാലും അതൊരു യൂ ടേൺ എടുത്ത് സ്വയം പുകഴ്ത്തൽ എസ് തരത്തിലേക്ക് പോകുന്ന ഒരു രീതി ട്രംപിന് പണ്ടേ ഉണ്ട്. അപ്പോൾ ഇതിപ്പം ഒരു തവണയല്ല, ഒന്നിലേറെ തവണയാണ് ഇപ്പോൾ ഇത് ആവർത്തിച്ചേക്കുന്നത്. 4 വർഷം കൊണ്ട് സാധിക്കാത്ത കാര്യം ഞാൻ 3 വാരം കൊണ്ട് 3 ആഴ്ച കൊണ്ട് സാധിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ നമ്മളത് നിഷേധിച്ചിട്ടുണ്ട്. വ്യാപാര ബന്ധമൊക്കെ ഇല്ലാതാക്കുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തിയാണ് രണ്ടുപേരെയും ചെവിക്ക് പിടിച്ച് മധ്യസ്ഥത എന്ന് പറയുമ്പോൾ ഒരു ടേബിളിന് ചുറ്റുമിരുന്നൊക്കെ നടത്തുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് മീഡിയേഷൻ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കാമെന്ന തലത്തിലൊക്കെയുള്ള ചർച്ചകൾ നടക്കുമ്പോഴാണ് ട്രംപിൻ്റെ ഈ ഒരു അവകാശവാദം. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയാലോ. തിരുവനന്തപുരത്തേക്കാണ് പോകേണ്ടത്. ഇന്നലെ ഉച്ചയോടെ വന്നൊരു വാർത്തയാണ്. ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതിക്കായിട്ടുള്ള അന്വേഷണം തുടരുകയാണ്. ബെയിലിൻ എന്ന ആൾക്ക് വേണ്ടിയിട്ടാണ് അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇയാൾ ഒളിവിലാണ്. പോലീസിന് ഇയാളെ ഇതുവരെ കണ്ടുകിട്ടിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ജോലിയുമായി ബന്ധപ്പെട്ട തർക്കമാണ് ജൂനിയർ അഭിഭാഷകയായ ശ്യാമിലിയെ മർദ്ദിക്കുന്നതിലേക്ക് കടന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയയാളെ കുറിച്ച് ഇതുവരെയും വ്യക്തമായ സൂചനകളില്ല. അപ്പോൾ അശ്വിൻ പാലാഴിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. അശ്വിൻ, വെരി ഗുഡ് മോർണിംഗ്. തൻ്റെ ഒരു സഹപ്രവർത്തക എന്ന് പറയാം, ജൂനിയർ ആണെങ്കിൽ തന്നെ. അപ്പോൾ തനിക്ക് എന്തും ചെയ്യാവുന്ന ഒരു വ്യക്തിയൊന്നുമല്ലല്ലോ. ഇപ്പോൾ എവിടെയാണെങ്കിലും ഏത് തൊഴിലിടത്തിലാണെങ്കിലും പലതരത്തിലുള്ള ഇപ്പോൾ മാനസികമായ പീഡനം ഉണ്ടാകും. ഇതിപ്പം ഇങ്ങനെ ഒരു അതിക്രമത്തിലേക്ക് കടന്നു. ഇയാൾ ഒളിവിൽ പോവുകയും ചെയ്തു. അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? ഇയാളെ തിരിച്ചെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഏത് രീതിയിലാണ് നടക്കുന്നത്? ക്രിസ്റ്റിന, പ്രവിത, വെരി ഗുഡ് മോർണിംഗ്. നമുക്കറിയാം ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ ജോലിയുമായി ബന്ധപ്പെട്ട തർക്കം. ഈ ശ്യാമിലിയെ കഴിഞ്ഞ മാസം ജോലിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. പിന്നീട് വീണ്ടും തിരിച്ചെടുക്കുകയും ചെയ്തു. എന്തിനാണ് അകാരണമായി പുറത്താക്കിയത് എന്നുള്ള കാര്യം ചോദിച്ചപ്പോഴാണ് ബെയിലിൻ ഈ ശ്യാമിലി എന്ന് പറയുന്ന യുവ അഭിഭാഷകയെ പലതവണ മർദ്ദിക്കുകയും മുഖത്തടിക്കുകയും ഒക്കെ ചെയ്തത്. ഇന്നലെ നമ്മൾ ആ കുട്ടിയുടെ മുഖമൊക്കെ കണ്ടതാണ്. അത്രത്തോളം ഗുരുതരമായ പരിക്കാണ് മുഖത്തേറ്റിരുന്നത്. എന്തായാലും ഇന്നലെ ആ സംഭവത്തിന് പിന്നാലെ ശ്യാമിലി ആദ്യം പോയത് വഞ്ചൂർ പോലീസ് സ്റ്റേഷനിലേക്കാണ്. അതിനുശേഷമാണ് ആശുപത്രിയിൽ പോലും പോകുന്നത്. പരാതി നൽകിയെങ്കിലും ആ സമയത്ത് ബാർ അസോസിയേഷൻ ഓഫീസിലുണ്ടായിരുന്ന ഈ അഭിഭാഷകനായ അഡ്വക്കേറ്റ് ബെയിലിൻ ദാസിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് അവിടെ എത്തിയപ്പോൾ ബാർ അസോസിയേഷൻ പോലീസിനെ ഇന്നലെ തടഞ്ഞിരുന്നു. അതായത് ഓഫീസിൽ കയറി ഇയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനാവില്ല എന്നുള്ളൊരു നിലപാടായിരുന്നു ബാർ അസോസിയേഷന് ഉണ്ടായിരുന്നത്. പിന്നീട് കേസൊക്കെ രജിസ്റ്റർ ചെയ്ത് എത്തിയപ്പോഴേക്കാണ് ബെയിലിൻ ദാസ് സുഗമമായി നാട്ടിൽ നിന്ന് കടന്നു കളഞ്ഞത്. ഇപ്പോഴും അയാൾ എവിടെയാണ് എന്നുള്ള കാര്യത്തിലൊരു വ്യക്തത പോലീസിനില്ല. ഒരു യുവതിയെ പട്ടാപ്പകൽ തലസ്ഥാന നഗരിയുടെ ഹൃദയഭാഗത്ത് വെച്ച് ഇത്രയും ക്രൂരമായി മർദ്ദിച്ച ശേഷം എവിടേക്കോ പോയി ഇപ്പോഴും കാണാമറയത്തിരിക്കുകയാണ് ബെയിലിൻ ദാസ്. വലിയ രാഷ്ട്രീയ പിന്തുണയൊക്കെയുള്ള ആളാണ്. ആദ്യം CPIയുടെ പ്രവർത്തകനായിരുന്നു. പിന്നീട് CPM-ൽ 2015 ചേർന്ന് പൂന്തുറയിൽ നഗരസഭാ ഇലക്ഷനൊക്കെ മത്സരിക്കുകയും ചെയ്തതാണ്. പിന്നീട് CPM-മായി തർക്കത്തിൽ ഏർപ്പെട്ട് കോൺഗ്രസിലേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ നിലവിലിപ്പോൾ കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനാണ്. കൂടാതെ മുൻ എയർഫോഴ്സ് ജീവനക്കാരനാണ്. അങ്ങനെ വിവിധ തലങ്ങളിൽ സ്വാധീനമുള്ള ആളാണ്. പ്രത്യേകിച്ച് ബാർ അസോസിയേഷനും മുതിർന്ന അഭിഭാഷകരുമൊക്കെ വളരെ അടുത്ത ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിൽ ഒളിവിൽ പോവുക, ഈ നിലവിൽ ജാമ്യമില്ലാ വകുപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നതെങ്കിലും അതുമായി ബന്ധപ്പെട്ട നിയമ സഹായം തേടുക എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ബെയിലിൻ ദാസിനെ സംബന്ധിച്ച് അത്ര വലിയ പാടുള്ള കാര്യമല്ല. എന്തായാലും പോലീസ് ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. മുഖത്ത് അതീവ ഗുരുതരമായ പരിക്കാണ് ഈ ശ്യാമിലി കേട്ടിട്ടുള്ളത്. ഇന്നലെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോകണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 6 മാസം പ്രായമുള്ളൊരു കുട്ടിയുണ്ട്. അതുകൊണ്ട് രാത്രി ഇന്നലെ ആശുപത്രിയിലേക്ക് പോകൽ നടന്നില്ല. ഇന്ന് രാവിലെയോടുകൂടി മെഡിക്കൽ കോളേജിലേക്ക് ശ്യാമിലി പോകും. ക്രിസ്റ്റീന. ശരി, വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. ഒരു സംഭവമാണ്. ആ അഭിഭാഷകയെ എന്തുമാത്രം ക്രൂരമായിട്ടാണ് മർദ്ദിച്ചതെന്നുള്ളത് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. മുഖത്തിന്റെ ഒരു ഭാഗം മുഴുവൻ ചുമന്ന് കിടക്കുന്ന ഒരവസ്ഥയാണ് ആ കുട്ടിക്ക് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും അതിൽ കൃത്യമായിട്ടുള്ള നടപടി തന്നെ വേണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. ഇങ്ങനെ എന്തിന്റെ പേരിലാണെങ്കിലും ഇത്ര അധികം മർദ്ദിക്കേണ്ട ഒരു സാഹചര്യമൊന്നും അവിടെ ഇല്ല എന്നാണ് ആ കുട്ടി പറയുന്നത്. മർദ്ദനവും നല്ല പ്രവൃത്തി. നമ്മൾ തൊഴിലിടങ്ങളിൽ നടത്തുന്ന ഏതൊക്കെ തരത്തിൽ ഇപ്പോൾ ഒരാളിന് എന്നെ എന്തിനാണ് പിരിച്ചുവിട്ടതെന്ന് ചെന്ന് ചോദിക്കേണ്ടി വരിക, അല്ലെങ്കിൽ എന്നെ എന്തിനാണ് ഒരു കാര്യത്തിൽ അവഗണിച്ചതെന്ന് ചോദിക്കേണ്ടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗുരുതരമായ പ്രശ്നമാണ്. അതൊരു തൊഴിലിടങ്ങളിലും ഉണ്ടാവാതിരിക്കട്ടെ. അപ്പോൾ ഇനി നമ്മൾ മഴയുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. രാത്രിയിലൊക്കെ നല്ല മഴയുണ്ടായിരുന്നു എറണാകുളത്ത്. അപ്പോൾ സംസ്ഥാനത്തെ സാഹചര്യം എന്താണെന്ന് നോക്കിയാൽ സംസ്ഥാനത്ത് കാലവർഷം ഇങ്ങനെ അടുത്ത് വരികയാണ്. 27ഓടെ കാലവർഷം എത്തുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. എന്തായാലും ഇന്ന് സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. 4 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട്, വയനാട്, തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്. തെക്കൻ ബംഗാൾ ഉൾക്കടൽ, നിക്കോബാർ ദ്വീപ്, തെക്കൻ ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിൽ കാലവർഷം എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരുന്നു. സാധാരണ ഈ മേഖലയിൽ കാലവർഷം എത്തിയാൽ 10 ദിവസത്തിനകം കേരളത്തിലെത്താറുണ്ട്. അപ്പോൾ സൗത്ത് വെസ്റ്റ് മൺസൂൺ
തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിലേക്ക് 27-ാം തീയതി എത്തും. അപ്പോൾ ജൂൺ 1-ാം തീയതി ആണ് സാധാരണ വരുന്നത്. ഇത്തവണ ഒരു എർലി അറൈവലാണ്. അപ്പോൾ കമ്മിങ് സൂൺ എന്ന് പറയുകയാണ്. റെയിൻ അലേർട്ടാണ്. ചില പ്രേക്ഷകർ ഫർസാനൊക്കെ ചോദിക്കുന്നു, എയർടെൽ ഇന്നലെ തടസ്സപ്പെട്ടു, അത് ശരിയായോ എന്ന് ചോദിക്കുന്നു. ശരിയാണ്. സോഷ്യൽ മീഡിയകളിൽ മുഴുവൻ നമുക്ക് കാണാമായിരുന്നു കേരളത്തിൽ ഇന്നലെ എയർടെൽ ഡൗൺ ആയി എന്ന വാർത്ത. അപ്പോൾ അത് ശരിയായോ അല്ലയോ എന്ന് ഒരു വിവരം നമുക്കിതുവരെ ലഭിച്ചിട്ടില്ല. അങ്ങനെ ഒരു സംഭവം ഇന്നലെ രാത്രി വൈകുന്നേരത്തോടെ അല്ലെങ്കിൽ നടന്നു എന്ന് പറയാം. ഇനി നമ്മൾ സുപ്രീം കോടതിക്ക് പുതിയ ചീഫ് ജസ്റ്റിസ് വരുന്നു. 52-ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് BR ഗവായി എന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. രാഷ്ട്രപതി ദ്രൗപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഇന്നലെ ചീഫ് ജസ്റ്റിസ് പദവിയിൽ നിന്ന് സ്ഥാനം ഒഴിഞ്ഞിരുന്നു. 2007 ചീഫ് ജസ്റ്റിസ് ആയിരുന്ന KG ബാലകൃഷ്ണ ശേഷം ചീഫ് ജസ്റ്റിസ് സ്ഥാനം വഹിക്കുന്ന ദളിത് വിഭാഗത്തിൽപ്പെട്ടയാളാണ് BR ഗവായി. വിവരങ്ങളുമായി R അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. അച്യുതൻ, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. എപ്പോഴാണ് സത്യപ്രതിജ്ഞ? ഗുഡ് മോർണിംഗ് പ്രവിത ക്രിസ്റ്റീന. ഇന്ന് രാവിലെ 10 മണിക്ക് രാഷ്ട്രപതി ഭവനിൽ വച്ചായിരിക്കും ഈ സത്യപ്രതിജ്ഞ. സുപ്രീം കോടതിയുടെ 52-ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് BR ഗവായി സത്യപ്രതിജ്ഞ ചെയ്യും. സത്യവാചകം രാഷ്ട്രപതി തന്നെ ചൊല്ലിക്കൊടുക്കും. എന്തായാലും ഈ ചടങ്ങിൽ നിലവിലെ ജഡ്ജിമാരും ഇപ്പോൾ ചുമതല ഒഴിഞ്ഞ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. ഒപ്പം തന്നെ നിയമമന്ത്രിയും മന്ത്രിസഭയിലെ തന്നെ മറ്റ് കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടായിരിക്കും ഈ ചടങ്ങ് രാഷ്ട്രപതി ഭവനിൽ നടക്കുക. അതിനുശേഷം 10:30 പുതിയ ചീഫ് ജസ്റ്റിസ് ചുമതലയേറ്റതിനു ശേഷമുള്ള ബെഞ്ച് ഈ സുപ്രീം കോടതിയിൽ ഇരിക്കുക. എന്തായാലും 52-ാമത് ചീഫ് ജസ്റ്റിസായാണ് BR ഗവായി സ്ഥാനമേൽക്കുന്നത്. ഇന്നലെയാണ് ചീഫ് ജസ്റ്റിസ് പദവിയിലിരുന്ന സഞ്ജീവ് ഖന്ന സ്ഥാനമൊഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ കാലാവധി ഇന്നലെ പൂർത്തിയായിരുന്നു. 2019 മെയ് 24-ലാണ് ജസ്റ്റിസ് ഗവായി സുപ്രീം കോടതിയുടെ ജഡ്ജിയായി അദ്ദേഹം ഉയർത്തപ്പെടുന്നത്. അതിനുശേഷം ഈ 2007 KG ബാലകൃഷ്ണന് ശേഷം ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തുന്ന ദളിത് വിഭാഗത്തിൽപ്പെട്ട 2ാമത്തെ ആൾ കൂടിയായി BR ഗവായി മാറും. 1985-ലാണ് അദ്ദേഹം അഭിഭാഷകനായി ആദ്യം ഈ ഒരു ഇതിലേക്ക് എത്തുന്നത്. 2003 ബോംബെ ഹൈക്കോടതി ജഡ്ജിയായി. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരുപാട് നിർണായകമായിട്ടുള്ള വിധിന്യായത്തിൻ്റെ എല്ലാം ഭാഗമായൊരു വ്യക്തിയാണ് ജസ്റ്റിസ് BR ഗവായി. ഒപ്പം തന്നെ ഈ ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റ ശേഷം അദ്ദേഹത്തിന് മുൻപിലേക്ക് വരുന്ന ഒരു സുപ്രധാന കേസ് അത് വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട കേസായിരിക്കും. കാരണം കഴിഞ്ഞ തവണ സഞ്ജീവ് ഖന്ന വ്യക്തമാക്കിയത് താൻ സ്ഥാനമൊഴിയുന്ന ഘട്ടത്തിൽ അതിനി BR ഗവായി ജസ്റ്റിസ് BR ഗവായിയുടെ പരിഗണനയിലേക്കായിരിക്കും ആ ഹർജികൾ എത്തുക എന്നതാണ്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ മുൻപിലുള്ള ആ ഒരു സുപ്രധാന കേസ് എന്ന തരത്തിൽ നമുക്ക് അതിനെ കാണാൻ കഴിയും. നവംബർ, അതായത് അടുത്ത നവംബർ 23 വരെയാണ് ജസ്റ്റിസ് BR ഗവായിയുടെ കാലാവധി. എന്തായാലും 10 മണിക്ക് രാഷ്ട്രപതി ഭവനിലായിരിക്കും അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. പ്രവിത ക്രിസ്റ്റീന. ശരി, R അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്. നമുക്ക് പെട്ടെന്ന് വരുന്ന കുറച്ച് വാർത്തകളോടൊന്ന് പെട്ടെന്ന് നമ്മുടെ പ്രേക്ഷകരെ KV ജയശങ്കർ പറയുന്നത് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഈ മാസം ശബരിമല സന്ദർശിക്കില്ല. സംസ്ഥാന സർക്കാരിന് ഔദ്യോഗികമായി രാഷ്ട്രപതി ഭവന്റെ അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. വരും മാസങ്ങളിൽ രാഷ്ട്രപതി ശബരിമലയിലെത്താൻ സാധ്യതയുണ്ട്. അതുപോലെ സൂരജ് സജി തൃശ്ശൂരിൽ നിന്നൊരു വാർത്ത പറയുന്നത് പൊടിമില്ലിന് തീപിടിച്ചു എന്നാണ്. തൃശ്ശൂർ പുതുക്കാട് ദേശീയ പാതയോരത്തെ പൊടിമില്ലിനാണ് തീപിടിച്ചത്. അർദ്ധരാത്രിയോടെയാണ് ഈ തീപിടുത്തം ഉണ്ടായത്. മറ്റൊന്ന് ഇന്ത്യൻ ആക്രമണവുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങളാണ്. പാകിസ്ഥാൻ വ്യോമസേനയുടെ 20% അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിച്ചു. അതുപോലെ തന്നെ പാകിസ്ഥാൻ എയർഫോഴ്സ് യുദ്ധവിമാനങ്ങൾ നശിപ്പിക്കപ്പെട്ടു. സർഗോഡ, ബൊളാരി തുടങ്ങിയ വ്യോമത്താവളങ്ങൾ ആക്രമിക്കപ്പെട്ടു. ഈ വിവരങ്ങളും ഇപ്പോൾ വരുന്നുണ്ട്. ഇനി നമ്മൾ പോകുന്നത് നാഷണൽ വാർത്തയിലേക്ക് അല്ലേ? അതെ, നമ്മുടെ 1, 2, 3, 4, 5 കൂടുതൽ വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ദേശീയ വാർത്തകളാണ്. ഈ മാസം 25-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി NDA മുഖ്യമന്ത്രിമാരെ കാണും. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലും പാക് അധീന കശ്മീരിലും നടത്തിയ ആക്രമണങ്ങളെക്കുറിച്ച് വിശദീകരിക്കും. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ബ്രഹ്മോസ് മിസൈലിൽ താൽപര്യം പ്രകടിപ്പിച്ച് കൂടുതൽ രാജ്യങ്ങൾ ഇന്ത്യയെ സമീപിക്കുന്നതായി റിപ്പോർട്ട്. ബ്രഹ്മോസ് വാങ്ങുന്നതിനായി നിലവിൽ ഇന്ത്യയുമായി കരാറിൽ ഒപ്പിട്ടിട്ടുള്ളത് ഫിലിപ്പീൻസാണ്. ഇന്ത്യയുടെ സമീപകാലത്തെ അതിർത്തി കടന്നുള്ള ആക്രമണങ്ങളിൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയം വലിയ നേട്ടങ്ങളിലൊന്ന്. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന പഞ്ചാബ് ജില്ലകളിലെ സ്കൂളുകൾ ഇന്ന് തുറക്കും. ഇന്ത്യ പാക് സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് മെയ് 8-ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിരുന്നു.
ഹരിയാനയിൽ ഈ മാസം 25 വരെ ഡ്രോൺ ഉപയോഗം നിരോധിച്ചു. ദുരന്ത നിവാരണ സേനയൊഴികെ സംസ്ഥാനത്തുടനീളം നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ആഭ്യന്തര സെക്രട്ടറി അറിയിച്ചു. ത്രിപുരയിൽ 332 വനിതാ കോൺസ്റ്റബിൾമാരെ നിയമിച്ചു. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വനിതാ ജീവനക്കാരുടെ നിയമനമാണിത്. ചടങ്ങിൽ മുഖ്യമന്ത്രി ഡോക്ടർ മണിക് സാഹ നിയമന കത്തുകൾ കൈമാറി. അപ്പോൾ അതൊക്കെയാണ് പ്രധാനപ്പെട്ട ദേശീയ വാർത്തകൾ. ഇനി കമന്റ് ബോക്സിലേക്ക് വന്നാൽ ഒരുപാട് പ്രേക്ഷകർ നമുക്ക് ഗുഡ് മോർണിംഗ് ഒക്കെ നേരുന്നുണ്ട്. ഈ ശ്യാമിലി എന്ന അഭിഭാഷകയെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രേക്ഷകർ അവരുടെ രോഷം കൂടി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ശ്രീകുട്ടി ചോദിക്കുന്നുണ്ട്, കിട്ടിയാൽ ഒരെണ്ണം തിരിച്ചു കൊടുത്തിട്ട് പോയിക്കൂടെയെന്ന്. പലപ്പോഴും പല തൊഴിലിടങ്ങളിലും സ്ത്രീ ആയാലും പുരുഷനാണെങ്കിലും പല കാര്യങ്ങളും സഹിച്ച് ജോലി ചെയ്യുന്നതിന്റെ കാര്യം അവരുടെ EMI മറ്റു കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ നമ്മൾ ഈ തിരിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് എനിക്കറിയില്ല എത്രത്തോളം റൈറ്റ് ആണെന്ന്. പക്ഷെ നിയമപരമായ രീതിയാണ് നല്ലതെന്ന് തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ നിയമപരമായി അതിനെ നേരിടുക. നമുക്ക് തൊഴിൽ നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ. നിങ്ങൾ എവിടെയാണ് നല്ല രസമുള്ള സ്ഥലം എന്ന് പറയുന്നു? ശരിക്കും പറഞ്ഞാൽ ആദ്യമേ എനിക്ക് ആ പാട്ട് ഓർമ്മ വന്നത്, തുമ്പയും തുളസിയും എന്നുള്ള ആ പാട്ട് ഓർമ്മ വന്നത് ഈ ഭംഗിയുള്ള സ്ഥലം കണ്ടിട്ടാണ്. ഒരു സൈഡിൽ ഇങ്ങനെ നിറയെ പാടം എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നല്ല ഭംഗിയുള്ള കാഴ്ചയാണ്. മുഴുവൻ കാട് പിടിച്ച് കിടക്കുന്ന പൂക്കൾ നിറഞ്ഞ ഒരു രാജവീതി പോലെ തോന്നുന്ന. ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ ഒരു ചെറിയ തോട് ഒഴുകുന്നുണ്ട്. അതും നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. അപ്പൊ രാവിലെ ഇതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കാന്ന് പറയുന്നത് വളരെ റിഫ്രഷിംഗ് ആണ്. അപ്പോൾ ഇവിടെ നടക്കാനായിട്ട് ഒരുപാട് ആളുകൾ എത്തുന്നുണ്ട്. നമ്മളുടെ ഇടയിൽ തന്നെ നിങ്ങൾക്ക് അത് നമ്മുടെ വാർത്തകൾക്കിടയിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ആളുകൾ നടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ. നമ്മുടെ മുഹമ്മദ് ജസീം പറയുന്നത്, നിങ്ങൾ കുറച്ചും കൂടെ സ്പീഡ് നടന്നെങ്കിൽ ആരോഗ്യത്തിന് സഹായിക്കുന്നു. സ്പീഡ് നടക്കും, നമ്മൾ സ്പീഡ് നടക്കാം, പക്ഷെ പുറകിലേക്ക് തിരിഞ്ഞെടുക്കുന്ന ക്യാമറമാനെ കൂടി ഓർക്കണം. അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് സ്കൂൾ കെട്ടിടങ്ങളുടെയും ബസ്സുകളുടെയും ഫിറ്റ്നസ് മറ്റു മുന്നൊരുക്കങ്ങൾ എല്ലാം ഈ മാസം 27 മുമ്പ് പൂർത്തീകരിക്കണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞിട്ടുണ്ട്. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി സ്വീകരിക്കേണ്ട നടപടികളുടെ മാർഗ്ഗനിർദ്ദേശം വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. സ്കൂൾ തുറക്കുമ്പോൾ വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ പ്രവേശനോത്സവം നടത്തിയാൽ മാത്രം പോരാ, മറ്റു മുന്നൊരുക്കങ്ങളെല്ലാം വേഗത്തിൽ പൂർത്തിയാക്കണം. സ്കൂൾ കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് അതാത് തദ്ദേശ സ്ഥാപനങ്ങളിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ നിന്ന് നേടിയിരിക്കണം. സ്കൂൾ പരിസരത്ത് പ്രചാരണ ബോർഡുകളോ തോരണങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അവ മാറ്റണം. സ്കൂൾ കോമ്പൗണ്ടിൽ അപകടകരമായ രീതിയിൽ മരങ്ങളോ ചില്ലകളോ ഉണ്ടെങ്കിൽ മുറിച്ചു മാറ്റണം. ക്ലാസ് മുറികളിൽ ഉപയോഗശൂന്യമായ ഫർണിച്ചറുകൾ ഉണ്ടെങ്കിൽ ഒഴിവാക്കണം. ഇഴജന്തുക്കൾ കയറാനുള്ള സാഹചര്യം പരിശോധിച്ച് പരിഹാരമുണ്ടാക്കണം. വീടുകളിൽ നിന്ന് സ്കൂളുകളിലേക്ക് എത്തുന്നതുവരെയുള്ള കുട്ടികളുടെ സുരക്ഷയും ഉറപ്പാക്കണം. ഇതിനായി സ്കൂൾ ബസ് ഫിറ്റ്നസ്, സ്കൂളിലേക്കുള്ള KSRTC ബസ് സൗകര്യം, സുരക്ഷാ ട്രാഫിക് ബോർഡുകൾ, സ്പീഡ് ബ്രേക്കറുകൾ, സൂചനാ ബോർഡുകൾ എന്നിവ ഉണ്ടോ എന്ന് ഉറപ്പാക്കണം. മാറ്റം വരുത്തേണ്ടത് അതാത് വകുപ്പുകളുമായി ബന്ധപ്പെട്ട് നിർദ്ദേശം നൽകണം. സ്കൂൾ പരിസരത്ത് ലഹരി വിൽപ്പന ഇല്ലെന്ന് പോലീസ്, എക്സൈസ് എന്നിവരുടെ സഹായത്താൽ ഉറപ്പാക്കണം. ഉച്ചഭക്ഷണം സ്കൂൾ തുറക്കുന്ന അന്നു മുതൽ തന്നെ നൽകി തുടങ്ങണം. ഇതിനുവേണ്ട ക്രമീകരണങ്ങളും ഒരുക്കണം. മുന്നൊരുക്കങ്ങൾ ഈ മാസം 27 മുൻപ് പൂർത്തീകരിക്കണമെന്നും വിദ്യാഭ്യാസ വകുപ്പിന്റെ മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നു. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് വ്യാപാരി മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റിയത് കേസ് അട്ടിമറിക്കാനെന്ന് കുടുംബവും ആക്ഷൻ കമ്മിറ്റിയും പറയുന്നുണ്ട്. ബാഹ്യശക്തികളുടെ ഇടപെടലാണ് സ്ഥലം മാറ്റത്തിന് പിന്നിലെന്നും സ്ഥലം മാറ്റം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയെന്നും കുടുംബവും അറിയിച്ചിട്ടുണ്ട്. മാമി തിരോധാന കേസ് അന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതലയുണ്ടായിരുന്ന IG-P പ്രകാശിനെ ക്രൈംബ്രാഞ്ചിൽ നിന്ന് തീരദേശ പോലീസിലേക്കാണ് മാറ്റിയത്. അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന കോഴിക്കോട് ക്രൈംബ്രാഞ്ച് DYSP U പ്രേമിനെ കണ്ണൂർ സിറ്റി ജില്ലാ ക്രൈംബ്രാഞ്ചിലേക്കും മാറ്റിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് കുടുംബവും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളും ആരോപണമായി രംഗത്തെത്തിയത്. ഒരുവിധം തെളിവുകളൊക്കെ ഉണ്ടാക്കി ഒരു കൺക്ലൂഷനിലേക്ക് അവരെത്തുന്ന സമയത്ത് അതിലെ ലീഡ് ചെയ്യുന്ന 2 ഓഫീസേഴ്സിനെ മാറ്റി എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ സംശയിക്കുന്നേ, ആശങ്കപ്പെടുന്നേ ഒക്കെ കാര്യം തന്നെയാണ്. അന്വേഷണം കഴിയുന്നതുവരെ ഉദ്യോഗസ്ഥരെ മാറ്റരുതെന്നും സ്ഥലം മാറ്റ ഉത്തരവ് പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. ഒന്ന് IG-P പ്രകാശ്, രണ്ടാമത് മലപ്പുറം ക്രൈംബ്രാഞ്ച് SP സന്തോഷ് കുമാർ സാറ്, മറ്റൊന്ന് ഇതിൻ്റെ IO ആയ DYSP പ്രേമൻ സാറ്. ഈ 3 ആളുകളാണ് ഈ കേസ് കൺട്രോൾ ചെയ്യുന്നത്. ഈ കേസ് കൺട്രോൾ ചെയ്യുന്ന സ്ഥിതിക്ക് ഈ 3 ആളുകളിൽ 2 ആളുകളാണ് സ്ഥലം മാറ്റുന്നത്. അപ്പോൾ ഇതിന് ബാഹ്യശക്തികളുടെ ഇടപെടലുണ്ടെന്നല്ലേ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്. 2023 ഓഗസ്റ്റ് 21 റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയായ മുഹമ്മദ് ആട്ടൂരിനെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായത്. ആദ്യം നടക്കാവ് പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയായിരുന്നു. 24 കോഴിക്കോട്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം
എന്നോട് നമ്മുടെ പൂജ, നമുക്കറിയാം ഡിജിറ്റലി ജോലി ചെയ്യുന്ന പൂജയാണ്. അപ്പോൾ പൂജ എന്നോട് പറഞ്ഞു, ഇന്ന് എൻ്റെ ഭർത്താവിൻ്റെ ബർത്ത്ഡേ ആണ്, വൈശാഖ് മൂവാറ്റുപുഴ. വൈശാഖ് നമ്മുടെ ഫ്ലവേഴ്സിലെ പ്രൊഡ്യൂസറാണ്, വളരെ മിടുക്കനായ ഒരു പ്രൊഡ്യൂസറാണ്. അപ്പോൾ വൈശാഖ് ഹാപ്പി ബർത്ത്ഡേ. ഒരുപാട് പ്രോജക്റ്റുകളിൽ വൈശാഖിനൊപ്പം പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. വൈശാഖ് നല്ല രീതിയിൽ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതിങ്ങനെ തുടരട്ടെ, ഒരു മിടുമിടുക്കനായ വർഷമാകട്ടെ മുന്നോട്ടൊന്നും കൂടി ആശംസിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ. പൂജയുടെ വക പ്രത്യേക ബർത്ത്ഡേ വിഷസ് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പൂജയുടെയും ഹാപ്പി ബർത്ത്ഡേ.